വിവാഹത്തിന് ഇനി ആകെ 2-3 ദിവസമേ ഉള്ളൂ. തൃക്കോട്ടുകോവിലകം ത്രിലോകന്റെ വിവാഹത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി. മോളെ, നീ ഇതെന്താണ് ഈ കാണിക്കുന്നത്? ത്രിലോകന്റെ ഫോട്ടോയിൽ കത്തിക്കൊണ്ട് വരികയാണ് മാളവിക. ഒരു നിമിഷം ഹേമയ്ക്ക് പോലും മാളവികയുടെ അടുത്തേക്ക് പോകുവാൻ ഭയം തോന്നി. കാരണം അവൾ അത്രയും ഒരു ഭ്രാന്തിന്റെ അവസ്ഥയിലാണെന്ന് പോലും അവർ സംശയിച്ചു. മാളവികയുടെ കയ്യിൽ നിന്നും കത്തി ബലമായി വാങ്ങിക്കൊണ്ട് ഹേമ അവളോട് ചോദിച്ചു, നീ ഇതെന്താണ് ചെയ്യുന്നത് മോളെ? നിനക്കെന്താ സ്വബോധം നഷ്ടപ്പെട്ടോ? അതെ, എനിക്ക് സ്വബോധം നഷ്ടപ്പെട്ടു. അമ്മ കാണുന്നില്ലേ ഇവിടെ നടക്കുന്നത് എന്താണെന്ന്? ഇനി 3 ദിവസമേ ഉള്ളൂ എൻ്റെ ത്രിലോകിൻ്റെ വിവാഹത്തിന്. ആ നശിച്ച പെണ്ണ് ഏതാണെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എല്ലാം കേട് ഓർക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. തൻ്റെ മുടിയിഴകൾക്കിടയിലൂടെ കൈവിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവൾ മുടി ശക്തമായി പിടിച്ചു വലിച്ചു. ഒരു ഭ്രാന്തിയെപ്പോലെ അലറിക്കൊണ്ട് ഹേമയോടായി പറഞ്ഞു, അമ്മ എന്തെങ്കിലും ചെയ്യ്. അമ്മ ഈ വിവാഹം മുടക്കിയേ പറ്റൂ. എനിക്കെൻ്റെ ത്രിലോകില്ലാതെ പറ്റില്ല. കാരണം ഞാൻ അത്രയും മോഹിച്ചു പോയതാണ് അവനെ. അങ്ങനെ എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന പിച്ചക്കാരിക്ക് വിട്ടുകൊടുക്കാനല്ല ഞാൻ ഇത്രയും കാലം അവനെ മനസ്സിലിട്ട് നടന്നത്. അവൻ കെട്ടിപ്പടുത്തുയർത്തിയ സ്വത്തുക്കളെല്ലാം എനിക്ക് വേണം. പക്ഷെ ഇപ്പോൾ അതെല്ലാം കൈവിട്ടു പോകുന്നു എന്ന് അറിയുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ അതെന്താണ് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അടുത്തുണ്ടായിരുന്ന ഫ്ലവർ വൈസ് മാളവിക ദേഷ്യം കൊണ്ട് എടുത്ത് നിലത്തേക്ക് എറിഞ്ഞുടച്ചു. മോളെ, നീ ഒന്ന് ക്ഷമിക്ക്. നിന്റെ അച്ഛനും ഏട്ടനും വരുന്നുണ്ട്. കാര്യമെല്ലാം അറിഞ്ഞപ്പോൾ വേണുവേട്ടൻ ആകെ ദേഷ്യത്തിലാണ്. അനിയും അച്ഛനും വരട്ടെ, അല്ലാതെ കാര്യങ്ങളൊന്നും നടക്കില്ല. വേണുഗോപാലൻ വരുന്നുണ്ടെന്ന് കേട്ടതും മാളവികയുടെ കണ്ണുകളൊന്ന് വിടർന്നു. സത്യമാണോ? സത്യമാണോ അമ്മേ? അച്ഛനും ചേട്ടനും വരുന്നുണ്ടോ? അതേ മോളെ, ഇനി ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അതമ്മ പറഞ്ഞത് ശരിയാ. അച്ഛൻ വരുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ അനിയേട്ടൻ, അതുള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാ. എൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ചിന്തിക്കാത്ത ഒരുത്തനാണല്ലോ അവൻ. ഇങ്ങനെ ഒരു സാമദ്രോഹി എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ. അവൻ്റെ കാര്യം വിട്ടേക്ക്. അതുപോലെ തന്നെ നിന്റെ അംബികാൻ്റെയും ഗംഗാധരൻ അങ്കിളും വരുന്നുണ്ട്. സത്യത്തിൽ അംബിക എൻ്റെ അനിയത്തിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്കും ത്രിലോകിൻ്റെ മേൽ ഒരു കണ്ണുണ്ട്. അവളുടെ മക്കളിൽ ഇരട്ടകളായ 2-1 കൊണ്ട് ശിവയെയും മറ്റതിനെ കൊണ്ട് ത്രിലോകിനെയും കെട്ടിപ്പിക്കാനാണ് അവളുടെ പരിപാടി. എന്നിട്ട് എന്തായി? അന്ന് ത്രിലോകിൻ്റെയും നിൻ്റെയും വിവാഹം ഉറപ്പിച്ചതിന് ശേഷം അവൾ എന്നെ ഒന്ന് വിളിച്ചിട്ട് കൂടെയില്ല. പിന്നെ ഇന്നലെ അവൾ എന്നെ വിളിച്ചിരുന്നു, കളിയാക്കാൻ വേണ്ടി. സ്വന്തം ചേച്ചിയായ എന്നെപ്പോലും കളിയാക്കൊണ്ട് പറയുകയാണവൾ. ചേച്ചി കിട്ടാത്ത മുന്തിരി പുളിക്കും, അത് ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന്. അതുകൂടാതെ അവൾ പറയുകയാണ്, എന്തായാലും ത്രിലോകിൻ്റെ വിവാഹം നടക്കും. അത് അവളുടെ ഏതെങ്കിലും മക്കളെ കൊണ്ടായിരിക്കും അവൾ നടത്തുക എന്ന്. ഇങ്ങോട്ട് വരട്ടെ, ഈ ഹേമ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വരട്ടെ അമ്മേ, വരട്ടെ. എല്ലാവരും വരട്ടെ. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ മാളവിക. ഒന്നുകിൽ ഈ തറവാട്ടിൽ ഒരു വിവാഹം നടക്കും, അല്ലെങ്കിൽ ഒരു മരണം. അത് ഉറപ്പുള്ള കാര്യമാണ്. അത്രയും പറഞ്ഞ് വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സത്യത്തിൽ ഹേമയ്ക്ക് മാളവികയുടെ സ്വഭാവം കണ്ടിട്ട് പേടി തോന്നുന്നുണ്ടായിരുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും വേണോ അനിരുദ്ധോ ഒന്ന് വന്നാൽ മതിയെന്നായി. ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ത്രിലോകന്റെ പിറകിലായി ആരോ നിൽക്കുന്നത് പോലെ തോന്നി. അവൻ തിരിഞ്ഞു നോക്കിയതും കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന അനിരുദ്ധിനെ. അനിരുദ്ധിനെ കണ്ടതും ത്രിലോക എഴുന്നേറ്റ് നിന്ന് അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. നീ എൻ്റെ പെങ്ങളെ ചതിക്കുകയായിരുന്നു അല്ലേടാ? എൻ്റെ പെങ്ങളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോൾ വേറൊരു വിവാഹം കഴിക്കുന്നോ? ഈ സമയമാണ് ശിവ അങ്ങോട്ടേക്ക് വന്നത്. ത്രിലോകിൻ്റെയും അനിരുദ്ധിൻ്റെയും മുഖം കണ്ടതും ശിവ വല്ലാതെ ഒന്ന് ഭയപ്പെട്ടു. കാരണം വിവാഹത്തിന് ഒരുങ്ങുന്ന വീടാണ്. പുറമേ നിന്നും ഒരുപാട് വിരുന്നുകാർ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇവർ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അത് കോവിലകത്തുള്ളവരെ കൂടി ബാധിക്കുമെന്ന് അവൻ ഓർത്തു. ഡാനി, നമുക്ക് പിന്നെ സംസാരിക്കാം. നീ ഇങ്ങോട്ട് വന്നേ. ശിവ വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, എനിക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോൾ തന്നെ സംസാരിച്ച് തീർക്കണം ശിവ. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. അത്രയും പറഞ്ഞ് ശിവയുടെ കൈകളെ തട്ടി എറിഞ്ഞുകൊണ്ട് അനിരുദ്ധ് ത്രിലോകിൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. അവരുടെ പുറകിലായി തന്നെ ശിവയും ഓടി വന്നതും അവിടുത്തെ കാഴ്ച കണ്ട് അവൻ ഞെട്ടിത്തരിച്ചു പോയി. ശിവയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഡാ പോടാ. അവനെ പുച്ഛിച്ചുകൊണ്ട് ത്രിലോകനെ കെട്ടിപ്പുണർന്ന് നിൽക്കുകയായിരുന്നു അനി. അങ്ങനെ പറ്റില്ലല്ലോ, ഞാനും വരും. ശിവ കൂടെ വന്നത് ത്രിലോക് പറഞ്ഞു. അങ്ങനെ കോളം തികഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ അനിയുടെ പെർഫോമൻസ്? ഒരു കളിയോടെ അനിരുദ്ധ് അങ്ങനെ ചോദിച്ചതും അത്രയും നേരം പുഞ്ചിരിച്ചു നിന്നിരുന്ന ത്രിലോകിൻ്റെ മുഖമൊന്ന് മാറി. എടാ അനി, നിനക്ക് സത്യത്തിൽ വിഷമമില്ലേ? എടാ സോറി, എനിക്കൊരിക്കലും മാളവികയെ. ത്രിലോകിനെ ബാക്കി പറയുവാൻ അനുവദിക്കാതെ അവനെ നേർക്ക് കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു അനി. നിന്നെയും ശിവയും ഞാൻ ചെറുപ്പം മുതലേ കാണുവാൻ തുടങ്ങിയതാണ്. എനിക്കറിയാം എൻ്റെ സഹോദരിയുടെ സ്വഭാവം. അവളുടെ മാത്രമല്ല, അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാം. എനിക്കറിയില്ല അവർ 3 പേരും എന്താ ഇങ്ങനെയായി പോകാൻ കാരണമെന്നും. എൻ്റെ അനിയത്തെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ അവൾക്ക് എന്നോടും ഇപ്പോഴൊരു ദേഷ്യമാണ്. അതിൻ്റെ കാരണം മാത്രം എനിക്കറിയില്ല. അവൾ ചെറുപ്പം മുതൽ ഒരു വാശിക്കാരിയാണെന്ന് നിനക്കറിയാലോ. സത്യത്തിൽ അവൾക്ക് നിന്നോട് ദിവ്യപ്രണയം ഒന്നുമല്ല എന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായതാണ്. ഇതിപ്പോൾ ഒരു തരം വാശിയാണ്. നിന്നെ നേടിയെടുക്കണം എന്നുള്ള ഒരു തരം വാശി. അതിന് സപ്പോർട്ട് ചെയ്യുന്നതോ എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും. പിന്നെ ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാനെപ്പോഴും പുറംപോക്കുകാരൻ തന്നെയാണ്. അത് പറയുമ്പോൾ അനിയുടെ കണ്ണിലൊരു നീർത്തിളക്കം പൊടിഞ്ഞു. ഹേയ്,
അത് വിടടാ, അവർ അങ്ങനെയാണെന്ന് നമുക്ക് പണ്ടേ അറിയുന്നതല്ലേ. ത്രിലോക് അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ്? അടിച്ചു പൊളിക്കല്ലേ? പിന്നല്ല, ചോദിക്കാനുണ്ടോ? റൂമിലിരുന്ന് ശ്രുതി പുറത്തേക്ക് പണികൾ ചെയ്യുന്ന ജോലിക്കാരെ നോക്കുകയായിരുന്നു. പന്തലിടുകയാണ്. ഇനി വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വിവാഹത്തിന്. ത്രിലോക് ഇതെന്ത് കണ്ടിട്ടാണ് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. കല്യാണ ദിവസം അന്ന് ഞാനാണ് പെണ്ണെന്നറിഞ്ഞാൽ ഇവിടെ ഒരു വിസ്ഫോടനം തന്നെ നടക്കും. അതൊക്കെ ഓർത്തതും ശ്രുതി ആകെ കിടുകിടാന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഈ സമയമാണ് പരിചയമില്ലാത്ത 2 പെൺകുട്ടികൾ അകത്തേക്ക് കയറി വന്നത്. ഒരാൾ പാവാടയും ബ്ലൗസുമാണെങ്കിൽ മറ്റൊരാൾ ജീൻസും ഷർട്ടുമായിരുന്നു വേഷം. ഹായ് ചേച്ചി, ഞാൻ അഞ്ജു. ഇതെൻ്റെ ട്വിൻ സിസ്റ്ററാണ് അർപ്പിത. ഞങ്ങൾ ത്രിലോകേട്ടൻ്റെ അപ്പച്ചിയുടെ മക്കളാണ്. അഞ്ജു അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. 2 പേരെയും നോക്കി ശ്രുതി ഒന്ന് മനോഹരമായി പുഞ്ചിരിച്ചെങ്കിൽ അവളെ നോക്കി പുച്ഛിക്കുകയാണ് അർപ്പിത ചെയ്തത്. ഓ, ഇതാണോ മാളവിക പറഞ്ഞ ആ വലിഞ്ഞു കയറി വന്ന പെണ്ണ്? അർപ്പിത അങ്ങനെ പറഞ്ഞതും അഞ്ജു അവളെ നോക്കി കണ്ണുരുട്ടി. അർപ്പിത, മൈൻഡ് യുവർ വേർഡ്സ്. ഇങ്ങനെയാണോ ഒരാളോട് ബിഹേവ് ചെയ്യുന്നത്? നോക്ക്, നീ എന്നെ വല്ലാതെ പഠിപ്പിക്കാൻ വരണ്ട. എനിക്കറിയാം ഒരാളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന്. ഇവളിപ്പോൾ ത്രിലോകിൻ്റെ പിറകെയാണെന്നാണല്ലോ കേട്ടത്. അല്ല, നീ അറിഞ്ഞില്ലേ ത്രിലോകിൻ്റെ വിവാഹമാണ്? ഇനിയിപ്പോൾ അവൻ്റെ പുറകെ നടക്കാതെ വേറെ ഏതെങ്കിലും ഒരുത്തൻ്റെ പുറകെ നടക്കുവാൻ നോക്ക്. ആ, കാണുവാനൊന്നും അത്ര കുഴപ്പമില്ല. അതുകൊണ്ട് നീ ആരുടെ തോളിൽ കയറിയാലും വലിയ പ്രശ്നമില്ല. ഒരു നിമിഷം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. നിറഞ്ഞ കണ്ണുകളോടെ മുന്നിലേക്ക് നോക്കിയ ശ്രുതി മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് ആരാണെന്നറിയാതെ അവനെ തന്നെ നോക്കി നിന്നു. അനിയേട്ടാ, നിങ്ങൾ എന്നെ അടിച്ചു അല്ലേ? നിർത്തടി. ഇങ്ങനെയാണോ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുക? ത്രിലോകോ ശിവയോ കേട്ട് വന്നാൽ ഇതായിരിക്കില്ല നിന്റെ ഗതി. ഓർത്തോ അർപ്പിത? നീ ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞു. മേലിൽ ഇമ്മാതിരി വർത്തമാനം പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയതിൻ്റെ ഇരട്ടിയായിരിക്കും നിനക്ക് കിട്ടുക. ഇറങ്ങിപ്പോടി മുറിയിൽ നിന്നും. ഓഹോ, വന്ന് കയറിയില്ല. അപ്പോഴേക്കും അനിയേട്ടനെയും മയക്കെടുത്തു ഇവൾ. വെറുതെയല്ല മാളവിക പറയുന്നതെല്ലാം സത്യം തന്നെയാണ്. അർപ്പിത ശ്രുതിയുടെ അടുത്തേക്ക് ചീറിക്കൊണ്ട് ചെന്നു. നോക്കർപ്പിത, ഇനി നീ എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങും. മര്യാദയ്ക്ക് ഇറങ്ങി പോകാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? സത്യത്തിൽ അനിയുടെ മുഖത്തേക്ക് നോക്കുവാൻ അർപ്പിത ഒന്ന് ഭയപ്പെട്ടു. കാരണം അവനൊരു ശാന്ത സ്വഭാവിയാണ്. അങ്ങനെയൊന്നും ആരോടും ദേഷ്യം പിടിക്കാറില്ല. പക്ഷെ ദേഷ്യപ്പെട്ടാൽ അടങ്ങുവാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും നോക്കിയൊന്ന് കണ്ണുരുട്ടി അവൾ ചവിട്ടിത്തുള്ളി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴും ശ്രുതി കണ്ണു നിറച്ചുകൊണ്ട് താഴോട്ട് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. മോളെ, അനിയുടെ വിളിയിൽ അറിയാതെ തന്നെ ശ്രുതി അവൻ്റെ മുഖത്തേക്ക് നോക്കിപ്പോയി. ശ്രുതിയുടെ നോട്ടത്തിൽ തന്നെ അനിക്ക് മനസ്സിലായി അവൾക്ക് താൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല എന്ന്. ഞാൻ അനിരുദ്രൻ, ത്രിലോകിൻ്റെ അപ്പച്ചിയുടെ മകനാണ്. ഒന്നുകൂടി പറഞ്ഞാൽ മാളവികയുടെ ബ്രദർ. മാളവികയുടെ ബ്രദർ എന്ന് പറഞ്ഞതും ശ്രുതി ഒന്ന് ഭയപ്പെട്ടു. അത് അവളുടെ മുഖഭാവത്തിൽ നിന്ന് വായിച്ച അനിരുദ്ധ് അവളുടെ മുഖത്തു നോക്കി പറഞ്ഞു. താൻ എന്നെ ഭയപ്പെടേണ്ട. ഞാൻ അവരെ പോലെയല്ല. എനിക്ക് വെളിവ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന തോന്നിവാസത്തിനൊന്നും ഞാൻ കുട പിടിക്കാറില്ല. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് ബേഷായി കിട്ടിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു. പ്രതികരിക്കണം. അവർ അടിച്ചാൽ തിരിച്ചടിക്കണം. അല്ലാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയല്ല വേണ്ടത്. എനിക്ക് അവളെ കണ്ടപ്പോൾ വല്ലാത്ത വാത്സല്യം തോന്നി. സോറി, അർപ്പിതയ്ക്ക് വേണ്ടി ഞാൻ ചേച്ചിയോട് ക്ഷമ ചോദിക്കുന്നു. അവൾ അങ്ങനെ എല്ലാവരോടും ഒരുതരം പ്രത്യേക സ്വഭാവമാണ്. ചേച്ചി അതൊന്നും മനസ്സിൽ വെക്കരുത്. കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ടുള്ള അഞ്ജുവിൻ്റെ സംസാരം കേട്ടതും ശ്രുതി തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. കുഴപ്പമില്ല മോളെ, സാരമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ശ്രുതിയുടെ പുഞ്ചിരിച്ച മുഖം കണ്ടപ്പോഴാണ് അഞ്ജുവിന് ആശ്വാസമായത്. 3 പേരും അല്പനേരം സംസാരിച്ചു നിന്നതിന് ശേഷമാണ് പിരിഞ്ഞു പോയത്. സമയം രാത്രി 1 മണിയായി. ശ്രുതിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇന്നാണെങ്കിൽ ത്രിലോകിനെ ഒന്ന് കാണുവാൻ കൂടി സാധിച്ചിട്ടില്ല. അവനോട് സംസാരിച്ചേ പറ്റൂ. വിവാഹത്തിന് ഇനി അധികം നാളില്ല. എല്ലാം കൂടി അവൾ ആകെ വല്ലാത്തൊരവസ്ഥയിലായതുകൊണ്ട് തന്നെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ കോണിപ്പടികൾ കയറി ശ്രുതി മുകളിൽ ത്രിലോകിൻ്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നു. പക്ഷേ ഈ സമയം അവളെ വീക്ഷിച്ചുകൊണ്ട് പകയെരിയുന്ന കണ്ണുകളോടെ 2 ജോഡി കണ്ണുകൾ അവളെ പിന്തുടരുന്നത് പാവ ശ്രുതി അറിഞ്ഞില്ല. ആ രാത്രി അവളുടെ ജീവിതം തന്നെ മാറ്റിമറിയുമെന്ന് ശ്രുതി അപ്പോൾ അറിഞ്ഞില്ല എന്ന് മാത്രം. ത്രിലോകിൻ്റെ മുറിയിലേക്ക് കയറുമ്പോൾ ശ്രുതിയുടെ ശരീരമെല്ലാം കിടുകിടാന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് എങ്ങനെയെങ്കിലും അവനെ ഒന്ന് കണ്ടേ പറ്റൂ. അതുകൊണ്ട് തന്നെ രാത്രിയാണ് എന്നുള്ളതൊന്നും അവൾ നോക്കിയതേയില്ല. പതിയെ ആരെങ്കിലും തൻ്റെ പിറകെ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അവൾ ത്രിലോകിൻ്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി. ത്രിലോകിൻ്റെ വാതിലിൻ്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയ ശ്രുതിയെ പെട്ടെന്നാണ് ആരോ പിടിച്ച് വലിച്ച് അകത്തേക്ക് ആക്കിയതും ഡോറടച്ച് കുറ്റിയിട്ടതും. 1 നിമിഷം കൊണ്ടായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. ശ്രുതി പേടിച്ചു പോയി. തന്നെ ആരോ പിടിച്ചു വലിച്ചതാണ്. പക്ഷെ അത് ആരാണെന്ന് മനസ്സിലാക്കുവാൻ അവൾക്ക് അധികം നേരം വേണ്ടി വന്നില്ല. കാരണം അതിനു മുന്നേ അവൻ്റെ ചുടുനിശ്വാസം അവളുടെ കാതുകളിൽ വന്ന് പതിഞ്ഞിരുന്നു. ഹേ ബേബി ഡോൾ. അവൻ്റെ ഒരു കൈ തൻ്റെ നഗ്നമായ സാരിക്കിടയിലൂടെ ഊർന്ന് തൻ്റെ അണിവയറിലായി വന്ന് പതിച്ചതും ശ്രുതിയുടെ ശരീരം ഒന്ന് വിറച്ചുപോയി. എന്തു പറ്റി ബേബി ഡോൾ? എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ വിറയ്ക്കുന്നത്? ഭയമുണ്ടോ നിനക്ക്? ത്രിലോക് പതിയെ ശ്രുതിയെ തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തി അവളുടെ മുഖം തൻ്റെ കൈവിരൽ കൊണ്ട് ഒന്ന് ഉയർത്തിക്കൊണ്ട് അവളോടായി ചോദിച്ചു. സത്യത്തിൽ ഞാനും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇന്ന് എന്താണെന്നറിയില്ല. വല്ലാത്തൊരു ദിവസമായിരുന്നു.
ഓഫീസിൽ തിരക്കോട് തിരക്ക്. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണെങ്കിൽ വിവാഹമല്ലേ, അതിൻ്റെ കുറേ കാര്യങ്ങളുമായി ഓടി നടക്കേണ്ടി വന്നു. നിന്നെ ഒന്ന് കാണുവാൻ കൂടി കഴിഞ്ഞില്ല. നിനക്കറിയോ, ഇത്ര നേരമായിട്ട് എനിക്ക് ഉറങ്ങാൻ കൂടി സാധിച്ചില്ല. നീ ഒന്ന് വന്നിരുന്നെങ്കിലെന്ന് മനസ്സാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവൻ്റെ തുറന്നു പറച്ചിൽ ശ്രുതി ഒരു നിമിഷം അറിയാതെ തന്നെ ഞെട്ടിക്കൊണ്ട് അവൻ്റെ ആ ഹേസൽ കണ്ണുകളിലേക്ക് നോക്കി നിന്ന് പോയി. ഹേയ് ബേബി ഗേൾ, നീ ഇത് ഏത് ലോകത്താണ്? ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ? സത്യത്തിൽ അവൻ്റെ ചോദ്യമാണ് അവളെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. ശ്രുതിയുടെ മുഖത്തായി വിടരുന്ന ഭാവങ്ങളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ത്രിലോക് ഈ സമയം. തൻ്റെ ചുണ്ടിന്മേൽ കൈവിരലുകൾ വെച്ചുകൊണ്ട് ആ ഹേസൽ കണ്ണുകൾ വിടർത്തി അവൻ അവളെ തന്നെ നോക്കി നിന്നു. പിന്നീട് പതിയെ ശ്രുതിയുടെ അടുക്കലേക്ക് നടന്ന് നീങ്ങി ത്രിലോക്. ഈ സമയം ശ്രുതി അവനെ നോക്കിക്കാണുകയായിരുന്നു. ഒരു സാധാ ട്രാക്ക് പാൻറ് മാത്രമേ അവൻ ധരിച്ചിട്ടുള്ളൂ. നഗ്നമായ നെഞ്ചി വിരിച്ചു നിൽക്കുന്നവനെ കണ്ടതും ശ്രുതി അറിയാതെ ഉമിനീരിറക്കിപ്പോയി. കണ്ണുകളെ കുസൃതി ഒളിപ്പിച്ചുകൊണ്ട് ത്രിലോക് ശ്രുതിയുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ച് നടക്കും തോറും അവൾ പതിയെ പുറകിലേക്ക് നടന്ന് അവസാനം ടേബിളിൽ ചെന്നിടിച്ചുകൊണ്ട് നിന്നു. ത്രിലോക്, ഞാൻ നിന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അവൻ്റെ മുഖം അവളുടെ കഴുത്തിടുക്കിലേക്ക് വന്നതും അവൾ എങ്ങനെയൊക്കെയോ തൻ്റെ കണ്ണുകൾ ഇറുകെ അടച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ഒരു നിമിഷം സംശയത്തോടെ ത്രിലോക് അവളെ തന്നെ നോക്കി നിന്നു. അവനിൽ നിന്നും യാതൊരു പ്രതികരണവുമില്ല എന്ന് കണ്ട ശ്രുതി പതിയെ തൻ്റെ ഇരു കണ്ണുകളും തുറന്നുകൊണ്ട് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ നിന്റെ മനസ്സിലുള്ള പ്ലാൻ? എനിക്ക് ആദ്യം അതൊന്ന് പറഞ്ഞതാ. വിവാഹത്തിന് ഇനി 3 ദിവസമേ ഉള്ളൂ. എനിക്ക് ആകെ ടെൻഷനാകുന്നു. നീ കരുതുന്ന പോലെ അത്ര ഈസിയുള്ള കാര്യമല്ല ഇതൊന്നും. നാട്ടുകാരെയും വീട്ടുകാരെയും ക്ഷണിച്ചുകൊണ്ടുള്ള വലിയൊരു വിവാഹമാണ് ഈ തൃക്കോട്ട് കോവിലകത്ത് വെച്ച് നടക്കാൻ പോകുന്നത്. അതിനെ ഇത്ര നിസ്സാരമായി കാണുവാൻ പാടില്ല നീ. എനിക്ക് ഇതിനുള്ള മറുപടി നീ നൽകിയേ പറ്റൂ, അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല. നിനക്കറിയോ, ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്ന്? എല്ലാം കൂടി വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ. അതുകൂടാതെ ആ ഭൈരവ്, അവൻ ഇവിടെ എത്തിയിരിക്കുന്നു. ഇതുവരെയായിട്ടും അവൻ എന്നെ തേടി പിന്നെ ഇങ്ങോട്ടേക്കോ ഓഫീസിലേക്കോ വന്നിട്ടില്ല. അതിനർത്ഥം അവൻ ഭയന്ന് പിന്മാറി എന്നല്ല. നിനക്കറിയാത്തത് കൊണ്ടാണ് അവന് ശരിക്കും. അറിഞ്ഞുകൊണ്ട് നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് അപകടം ക്ഷണിച്ചു വരുത്തണോ? ബിക്കോസ് ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നെ കൂടി അപകടത്തിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് ബാക്കി പറയാതെ തൻ്റെ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ അവനെ തന്നെ നോക്കി നിന്നുപോയി. അത്രയും നേരം പുഞ്ചിരിച്ച് നിന്നിരുന്ന ത്രിലോകിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുവാൻ അധിക നേരം വേണ്ടി വന്നില്ല. പറയടി, നീ എന്താ ബാക്കി പറയാതെ നിന്ന് പറയാൻ? അവളുടെ ഇരു കൈകളിലും മുറുകെ അമർത്തി പിടിച്ചുകൊണ്ട് ത്രിലോക് അവളുടെ നേർക്ക് അലറിക്കൊണ്ട് ചോദിച്ചു. അവൻ്റെ മുഖവും ദേഷ്യത്തോടുള്ള ഭാവവും കണ്ടതും ശ്രുതി ഒന്ന് വിറച്ചുപോയി. അവൾക്ക് അവനോട് ഒന്നും തുറന്നു പറയാൻ സാധിക്കുന്നില്ലായിരുന്നു ആ സമയം. നിന്റെ നാവിറങ്ങിപ്പോയോടി. പറയടി, ഞാൻ വിവാഹത്തിൽ നിന്നും പിന്മാറണം, അല്ലെങ്കിൽ നിന്നെ വിവാഹം കഴിക്കരുത്. അതല്ലേ നീ പറയാൻ ഉദ്ദേശിക്കുന്നത്? ആ ഭൈരവനെ ഞാൻ ഭയക്കണമെന്നാണോ നീ പറയുന്നത്? നട്ടിലുള്ളവനാടി ഈ ത്രിലോക്. ആണൊരുത്തനാണ്. ഞാൻ അങ്ങനെ കെട്ടിയ പെണ്ണിനെ മറ്റൊരു പന്ന മോന് പേടികൊണ്ട് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നവനല്ല ഈ ത്രിലോക്. നടു റോഡിൽ ഉപേക്ഷിച്ച് പോകാൻ ഞാനൊരു ഉണ്ണാക്കാനല്ലടി പുല്ലേ. ദേഷ്യം കൊണ്ട് ത്രിലോകിൽ നിന്ന് കത്തുകയായിരുന്നു. സങ്കടം സഹിക്കവയ്യാതെ ശ്രുതി ഓടി വന്ന് ത്രിലോകിനെ ഇറുകെ കെട്ടിപ്പുണർന്നു. എന്നോട് ക്ഷമിക്ക് ത്രിലോക്. എൻ്റെ അവസ്ഥ അതൊന്നു കണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്കറിയാം നീ എന്നെ എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുമെന്ന്. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം എന്നെ വല്ലാതെ അലട്ടുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ എനിക്ക് നിന്നെ വിശ്വാസക്കുറവുണ്ടായിട്ടല്ല. എനിക്ക് ഭയമാണ്, എല്ലാവരെയും ഭയമാണ്. നീയുള്ളതാണ് എൻ്റെ ആകെയുള്ള സമാധാനം. നീ കൂടി എന്നെ ഇങ്ങനെ സങ്കടത്തിലാക്കല്ലേ. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. ക്ഷമിക്ക് പ്ലീസ്. ഞാൻ നിന്നെ കൂടുതൽ സ്നേഹിച്ചു പോകുന്നു ത്രിലോക്. നീ എൻ്റെ ത്രിലോക്, ഈ ശ്രുതിയുടെ മാത്രമാണ്. ഒരാൾക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവൻ്റെ നെഞ്ചിൽ തന്നെ മുഖമിട്ട് ഉരസി ശ്രുതി അലറിക്കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. എന്തുകൊണ്ടോ ശ്രുതിയുടെ കരച്ചിൽ കണ്ടതും അത്രയും നേരം ദേഷ്യം കൊണ്ട് കത്തിജ്വലിച്ച് നിന്നിരുന്ന ത്രിലോകിൻ്റെ മനസ്സ് അവളുടെ കണ്ണുനീർ കണ്ടതും അവൻ്റെ മനസ്സിലൊരു നൊമ്പരം ഉണർന്നു. തൻ്റെ ഇരു കൈകൾ കൊണ്ടും ശ്രുതിയുടെ കവിളുകളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നെറ്റിയിലായി ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഒന്നുമില്ലടാ, ഒന്നുമില്ല. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? വിവാഹം അത് നടക്കും, ആർഭാടമായി തന്നെ നടക്കും. പിന്നെ തറവാട്ടിലുള്ളവരോട് നീയാണ് വധു എന്ന് ഞാൻ പറയാത്തത് അതിപ്പോൾ പറഞ്ഞാൽ നിനക്ക് തന്നെയാണ് അതിൻ്റെ ദോഷമാവുക. ഏതു നേരവും നിന്നെ എൻ്റെ കൺവെട്ടത്ത് തന്നെ നിർത്താൻ എനിക്ക് സാധിക്കില്ല. ഈ തറവാട്ടിൽ നല്ലവരും ചീത്തവരുമുണ്ട്. ചിലർക്ക് എന്നോട് അമിതമായ സ്നേഹമാണെങ്കിൽ മറ്റു ചിലർക്ക് എൻ്റെ സ്വത്തിനോടാണ് സ്നേഹം. അതെല്ലാം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഞാൻ നിന്നെ എങ്ങനെയാണ് ഒരു പടുകുഴിയിലേക്ക് വീഴ്ത്തുക? അതിനെനിക്ക് ഒട്ടും ആഗ്രഹമില്ല. അത്രയും പറഞ്ഞ് അവളുടെ ഇരു കണ്ണുകളും തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോ ഡോറിൽ മുട്ടുന്നത് പോലെ അവന് തോന്നിയത്. ഒരു നിമിഷം ശ്രുതി ഞെട്ടിത്തെറിച്ചു പോയി. കാരണം ത്രിലോകിൻ്റെ ഡോറിൽ മുട്ടുന്നത് തറവാട്ടിലുള്ള മറ്റാരെങ്കിലും ആണെങ്കിൽ അവളുടെ ശരീരമാകെ പേടുകൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ സമയം ത്രിലോകം ഒന്ന് ഞെട്ടി. കാരണം ശിവയാണെങ്കിൽ അവൻ ഇപ്പോൾ തൻ്റെ പേര് വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ആരായിരിക്കും ഈ പാതിരാക്കി? എന്തോ ഓർത്തെന്ന പോലെ അവൻ സ്റ്റാൻഡിലുണ്ടായിരുന്ന ടീഷർട്ട് എടുത്തിട്ട് ശ്രുതിയോട് പറഞ്ഞു, അങ്ങോട്ടേക്ക് മാറി നിൽക്ക്.
ത്രിലോക് മുന്നോട്ട് നടന്ന് ശ്രുതി കരഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അവൻ പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനില്ലേ, പിന്നെന്താ. അഥവാ ഇനി എല്ലാവരും എല്ലാം അറിയുകയാണെങ്കിൽ അറിയട്ടെ. അവളുടെ നെറ്റിയിലായി ഒന്ന് ചുംബിച്ചുകൊണ്ട് അവളെ നോക്കിക്കൊണ്ടവൻ കതവ് തുറക്കുവാൻ വേണ്ടി മുന്നോട്ട് നടന്നു. ശ്രുതി ഈ സമയം സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് ചുമരിനോട് ചേർന്ന് നിന്ന് വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു. എന്നാൽ ഈ സമയം ത്രിലോക് വാതിൽ തുറന്നു. ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അവനൊന്ന് പതറിപ്പോയി.